ഹലോ ഫ്രണ്ട്സ്, ഞാനും അങ്ങനെ ബോച്ചയുടെ ടോട്ടി ഷോപ്പിലോട്ട് പോയായിരുന്നു. വെറുതെ കള്ളു കുടിക്കാൻ പോയതല്ല, ഒരു ഓട്ടം പോയതാണ്. മാക്സിമം കസ്റ്റമറെ ക്യാൻവാസ് ചെയ്ത് അങ്ങനെ കൊണ്ടുപോയതാണ്. അവരും എൻജോയ് ചെയ്തു, ഞാനും എൻജോയ് ചെയ്തു. അപ്പോൾ ഇതാണ് കയറി ചെല്ലുന്ന എൻട്രൻസ്. ഇതിൻ്റെ അകത്ത് ഇതേ കറക്റ്റായിട്ട് ഒരു തെങ്ങിൻ്റെ മുകളിൽ കടൽ ചെത്താൻ വേണ്ടി നമ്മുടെ ബോച്ചയുടെ ഒരു സ്റ്റാച്ചു ഉണ്ട്. നല്ല രസമാണ്. ആൾക്കാർ അവിടെ നിന്നിട്ട് ഫോട്ടോസും സെൽഫിയും എല്ലാം എടുക്കുന്നുണ്ട്. അവിടെ നേരെ വലത്തോട്ട് തിരിയുമ്പോഴത്തേത് ഇത്ര ഓപ്പൺ ഏരിയ ഇത് വന്നിട്ട് ശരിക്കും ഒരു ഗോവയുടെ ഒരു അറ്റ്മോസ്ഫിയർ പോലെ ഉണ്ടായിരുന്നു. അവിടെ നേരെ നമ്മൾ വീണ്ടും വന്ന വഴി തന്നെ തിരിച്ചിറങ്ങുന്ന സമയത്ത് വേണ്ട മുകളിൽ ബോട്ടൊക്കെ കമത്തി അതിൻ്റെ അകത്ത് ലൈറ്റും എന്തെല്ലാം സെറ്റപ്പാണെന്നറിയോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നല്ല ചൂടൊന്നുമല്ല കേട്ടോ, നല്ല തണുപ്പാണ്. അത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഇടത് സൈഡ് ആൾക്കാരിരിക്കുന്നത് ഫിഷ് ഹണ്ടിങ്ങും അതുപോലെ തന്നെ ബോട്ടിങ്ങിന് പോയവരെ വെയിറ്റ് ഇരിക്കുന്നവരാണ്. വലത് സൈഡ് കാണുന്നത് നമ്മുടെ ഫാമിലി ഹണ്ട് പോലെയാണ്. മനസ്സിലായി, ഒരു 6 പേർക്കൊക്കെ ഇരിക്കാൻ പാകത്തിനുള്ള അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 6-8 പേരുണ്ട്. എന്നിട്ട് ഇപ്പുറത്ത് ചെറിയ ഊഞ്ഞാലുണ്ട്. കൊച്ചുകുട്ടികൾക്ക് മാത്രമല്ല, വലിയ ആൾക്കാർക്ക് അവിടെ ഊഞ്ഞാലാടാം. ഞാൻ നോക്കുമ്പോഴത്തേക്കും 2 അടിച്ചിട്ടൊക്കെ അങ്ങനെ ആടുന്ന ആൾക്കാരെ കണ്ടായിരുന്നു. പിന്നെ മെനു ഇപ്പോൾ നമ്മുടെ സാധാ മെനു അതുപോലെ തന്നെ ഡിജിറ്റൽ മെനു അവിടെ ഉണ്ട്. സ്മാർട്ട് ഫോണിൽ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്യുകയാണെങ്കിൽ അതിൽ നമുക്ക് അപ്ഡേറ്റ് ആയിട്ടുള്ള ഫുഡും അതുപോലെ തന്നെ റേറ്റിൻ്റെ വ്യത്യാസം നമുക്കറിയാൻ പറ്റും. അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പോകാത്തവർക്ക് ഒന്ന് പോയി എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ എക്സലൻ്റ് ആണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. റേറ്റും അങ്ങനെ ഓവർ കത്തിയല്ല എന്ന് പറഞ്ഞിട്ട് ഓവർ കുറവുമല്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇപ്പം ബോച്ചയോടൊപ്പം ആയതുകൊണ്ട് ഞങ്ങളും ബോച്ചയോടൊപ്പമാണ്. ഞാൻ മാത്രമല്ല, ദേ ഏതോ ഒരു കൊച്ചും ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ബോച്ചേനെ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഇതാകണ്ടില്ലേ, ബോച്ചേനെ വിട്ട് മാറുന്നില്ല. എന്തായിരുന്നാലും ബോച്ച കൊച്ചു കുട്ടികൾക്ക് കള്ളു കൊടുത്ത് ചീത്തയാക്കരുത്. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.